മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എന്ന് പറയുമ്പോൾ ഒരു തവണ മരിച്ചാൽ പിന്നെ റീസ്പോൺ ആവാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഓരോ ദിവസം ഇതിനകത്ത് എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാനം. നമ്മുടെ കൈ കൊണ്ട് വീഴുന്ന ചെറിയൊരു പിഴവ് കൊണ്ട് പോലും എല്ലാം നഷ്ടപ്പെടും. എന്തിനും ഒരു സെക്കൻഡ് ചാൻസ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. അവിടെയാണ് മൈൻക്രാഫ്റ്റിലെ ടോട്ടം ഓഫ് അൺഡൈയിങ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ മൈൻക്രാഫ്റ്റിൽ സെക്കൻഡ് ലൈഫ് കിട്ടിയ പോലെയാണ്. ടോട്ടം ഓഫ് അൺഡൈയിങ് ഫാമബിളും കൂടിയാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു റെയ്ഡ് ഫാമാണ്. റെയ്ഡ് ഫാമിലൂടെയാണ് നമുക്ക് ടോട്ടം ഓഫ് അൺഡൈയിങ് കിട്ടുന്നത്. ടോട്ടം ഓഫ് അൺഡൈയിങ്ങിൻ്റെ റെയ്ഡ് ഫാം മാത്രമല്ല, നമുക്കൊരു ഒമിനസ് ബോട്ടിൽ ഫാം കൂടി ഉണ്ടാക്കണം. കാര്യം ഇത് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒമിനസ് ബോട്ടിലും കൂടെ ആവശ്യമുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ എപ്പിസോഡ് കണ്ടിന്യൂ ആവുന്നതനുസരിച്ച് പറഞ്ഞുതരാം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മളൊരു വില്ലേജർ ബ്രീഡറും ഒരു അയൺ ഗോളം ഫാമും ഉണ്ടാക്കിയിട്ടുണ്ടായി. ഈ ഒരു വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. കാണാത്തുണ്ടെങ്കിൽ എന്തായാലും പോയി ചെക്ക് ചെയ്യുക. ഈ ഒരു അയൺ ഗോളം ഫാമിൽ നിന്ന് നമുക്ക് ഇത്രയും അയൺ ഇപ്പോൾ തന്നെ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കേണ്ടത് ഒരു റെയ്ഡ് ഫാമാണ്. റെയ്ഡ് ഫാം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്കൊരു വില്ലേജറിനെ നമുക്ക് കൊണ്ടുപോകാനായിട്ടുണ്ട്. വില്ലേജറിന് വേണം നമുക്ക് ഈ ഒരു ഫാം ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഏതായാലും ഒരു വില്ലേജറിനെ ഞാൻ ബേസിലേക്ക് കൊണ്ടുപോവാണ്. ബേസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കുറച്ച് റിസോഴ്സസ് ഗ്യാദർ ചെയ്യാനായിട്ടുണ്ട് റെയ്ഡ് ഫാം ഉണ്ടാക്കാനായിട്ട്. റെയ്ഡ് ഫാം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വില്ലേജറിനെ ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടാക്കിയ അയൺ ഗോളം ഫാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് സോംബീസിനെ പിടിച്ചിടേണ്ട ആവശ്യമുണ്ടായി. ആ സമയത്ത് ഒരുപാട് നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ടോട്ടം ഓഫ് അൺഡൈയിങ്ങിൻ്റെ ഫാം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കാര്യം ഒരു ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേൾഡ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര നേരത്തെ ഒരു റെയ്ഡ് ഫാം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് മൈനിങ് ഏരിയയിലാണ്. മൈനിങ് ഏരിയയിൽ നിന്ന് കുറച്ച് ലാവ ഒപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഈ ഫാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലാവ ആവശ്യമാണ്. ഈ റെയ്ഡ് ഫാമിൽ നിന്ന് കിട്ടുന്ന ടോട്ടം ഓഫ് അൺഡൈയിങ് നമുക്ക് ഫ്യൂച്ചറിൽ ബോസ് ഫൈറ്റിലൊക്കെ ആവശ്യം വരും. ഞാൻ ഏതായാലും ലാവയുള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലാവ എടുത്ത് തിരിച്ച് ബേസിലേക്ക് പോയിട്ട് നമുക്ക് റെയ്ഡ് ഫാമിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ അത്ര വലിയ പ്രോ പ്ലെയർ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ റെയ്ഡ് ഫാമിൽ നിന്ന് കിട്ടുന്ന ടോട്ടം വളരെയധികം യൂസ്ഫുൾ ആവും. ഞാനായതുകൊണ്ട് തന്നെ നെതറിലേക്ക് കയറാൻ തന്നെ എനിക്ക് ടോട്ടം വേണ്ടി വരും. റെയ്ഡ് ഫാം ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഗ്യാദർ ഉണ്ട്. വളരെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ ആവശ്യമുള്ളൂ ഈ ഫാം ഉണ്ടാക്കാൻ. ഉള്ളതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള റെയ്ഡ് ഫാമാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ റെയ്ഡ് ഫാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്യണം. ആ റൂൾസ് തെറ്റിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവാതൊക്കെ ആവും. നമുക്ക് റെൻഡർ ഡിസ്റ്റൻസ് ഒക്കെ എട്ടാക്കിയിട്ട് നമ്മുടെ സീ ലെവലിൻ്റെ അടുത്തായിട്ട് വേറെ ലാൻഡൊന്നും കാണാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. പിന്നെ ഡയറക്ഷൻസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അതൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു സാധനം സെറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് പ്രത്യേകിച്ച് നല്ല സ്ഥലമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ബേസിൻ്റെ അടുത്തുള്ള ചെറിയ ഓഷനിൽ തന്നെയാണ് ഞാൻ ഈ ഫാം വയ്ക്കാനായിട്ട് പോകുന്നത്. റെൻഡർ ഡിസ്റ്റൻസ് 8 വെച്ചാലും നമുക്ക് ഇവിടെ കുറച്ച് ലാൻഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഞാൻ ഇത്ര മൈൻഡ് ചെയ്യാനുള്ള. ഏതായാലും ഈ ഒരു ഭാഗത്ത് തന്നെ ഫാം ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. ഞാൻ ഫസ്റ്റിന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കളക്ടിങ് ഏരിയയാണ്. കളക്ടിങ് ഏരിയയ്ക്ക് വേണ്ടി നമുക്ക് ഒരു ഹോപ്പറും പിന്നെ 2 ഡബിൾ ചെസ്റ്റും വെക്കണം. ഡബിൾ ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കളക്ടിങ് ഏരിയൻ്റെ മുകളിലേക്ക് 27 ബ്ലോക്ക് മുകളിലേക്ക് പോകണം. എന്നിട്ട് അവിടെയായിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. അവിടെ ആയിരിക്കും നമ്മുടെ ഈ റെയ്ഡ് ഫാം വരേണ്ടത്. റെയ്ഡ് ഫാമിനകത്ത് ആൾക്കാരൊക്കെ സ്പോൺ ആവുന്നത് ആ ഒരു മേളിലത്തെ പ്ലാറ്റ്ഫോമിലേക്ക്. ഇനി നമുക്ക് 27 ബ്ലോക്ക് മുകളിലേക്ക് പോകണം. ഞാൻ 27 ബ്ലോക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ റെയ്ഡ് ഫാമിലുള്ള ആൾക്കാരൊക്കെ സ്പോൺ ആവുന്നത്. ഇവിടെ സ്പോൺ ചെയ്തിട്ട് താഴേക്ക് കളക്ടിങ് ചേമ്പറിലേക്ക് പോകും. ഇനി ഇവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെയ്ഡ് ഫാം കംപ്ലീറ്റ് ആവും. അപ്പോൾ മേളിലത്തെ എല്ലാം ബിൽഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് വില്ലേജറിനെ പിടിച്ചിടണം. വില്ലേജറിനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവന്നിടണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നമുക്ക് മേളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു പോഡ് ഉണ്ടാക്കിയിട്ട് അവിടെ വില്ലേജറിനെ പിടിച്ചിടണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബാരൽ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ചെറുതായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ സ്ഥലം ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ വില്ലേജറിനെ പിടിച്ചിടാം. അപ്പോൾ ഞാൻ ഇത് വില്ലേജറിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വില്ലേജറിനെ പിടിച്ചിട്ട് ആ ഒരു പോഡിൻ്റെ അകത്തേക്ക് കയറ്റിടണം. അവിടെ ബാരൽ വെച്ചുകൊണ്ട് തന്നെ വില്ലേജർ ഓട്ടോമാറ്റിക്കായിട്ട് അന്നത്തേക്ക് കയറിക്കോളും. ഇവിടെ ഞാനൊരു സ്റ്റെപ്പ് പോലെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് ഡയറക്റ്റ് വില്ലേജറിന് കയറി പോകാനായിട്ട്. ഇനി ആ ഒരു വില്ലേജറിലേക്ക് ചാടി കഴിഞ്ഞിട്ട് നമുക്ക് മേൽഭാഗം അടച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ കുറച്ച് ബട്ടൺ വെക്കണം. ബട്ടൺ വെച്ചില്ലെങ്കിൽ അവിടേക്ക് വേറെ മോബ്സൊക്കെ സ്പോൺ ആവും. ചിലപ്പോൾ റെയ്ഡും അവിടെയൊക്കെ സ്പോണായിട്ട് വരാം. അപ്പോൾ അതൊക്കെ മൊത്തം കളഞ്ഞിട്ട് നമുക്ക് ഇനി റെയ്ഡെന്ന് വെച്ച് നോക്കണം. ഇപ്പോൾ ഈ റെയ്ഡ് ഫാമിൻ്റെ ഔട്ടർ സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വർക്കാവും നോക്കണം. നോക്കണമെങ്കിൽ നമുക്കൊരു ഒമിനസ് ബോട്ടിൽ വേണ്ടി വരും. ഒമിനസ് ബോട്ടിൽ കൊണ്ടുവന്ന് ഈ ഒരു അടുത്തുകൊണ്ടേ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും റെയ്ഡ് സ്റ്റാർട്ടാവും. അങ്ങനെയാണ് ഈ സാധനം വർക്കാവുന്നത്.
എൻ്റെ ലാവക്കൂടെ ഒരു ഓമിനസ് ബോട്ടിലുണ്ട്. അത് നമ്മുടെ ഈ ഫാമിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ നേരത്തെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഇത് പോയിട്ട് അവിടെ വെച്ചിട്ട് ഇനി ഇത് വർക്കാവോ നോക്കണം. ഞാൻ ആ ഒരു ഫാമെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒന്നും ഞാൻ മറന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഡയറക്റ്റ് ഒന്ന് ആ ഒരു ഓമിനസ് ബോട്ടിൽ കുടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഫാം വർക്കാവോ നോക്കണം. അപ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ റെയ്ഡ് സ്റ്റാർട്ടാവും. ഗൈസ്, റെയ്ഡ് ചാർജ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ ഒന്നും സ്പോൺ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ട്രാപ്പ് ഡോർ അടയ്ക്കാൻ മറന്നുപോയെന്ന്. കുറച്ച് പണി ഉണ്ട് മേളിൽ. ഞാൻ ട്രാപ്പ് ഡോർ അടയ്ക്കാൻ മറന്നുപോയിട്ടുണ്ട്. ഇനി മേളിൽ പോയിട്ട് ട്രാപ്പ് ഡോർ ഒന്ന് തുറന്നു വിടണം. ഞാനത് വിട്ടുപോയി ചെയ്യാൻ. അപ്പോൾ ഞാൻ ട്രാപ്പ് ഡോർ തുറന്നു വിട്ടപ്പോഴേക്കും എല്ലാം കുഴപ്പമില്ലാത്ത രീതിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് വീഴുന്നുണ്ട്. ചിലവരൊക്കെ ചാവുന്നില്ല. അത് ചുമ്മാ വാൾ വെച്ച് വെട്ടി കഴിയുമ്പോഴത്തേക്കും അവരും ചത്തിട്ടുണ്ട്. റെയ്ഡിൽ നിന്ന് കിട്ടുന്ന ലൂട്ടെല്ലാം ഞാൻ ഈ ചെസ്റ്റിനകത്താണ് എടുത്ത് വെക്കുന്നത്. ഗൈസ്, വീണ്ടും ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ ഫാമിൻ്റെ മേളിൽ ഞാൻ ഒരു സ്ഥലത്ത് ബട്ടൺ വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായി. അവിടെ നിന്ന് ഇപ്പോൾ റെയ്ഡ് സ്പോണായി. അപ്പോൾ ഇവിടെ ഈ ഒരു ഓഷന് മൊത്തം ഇപ്പോൾ റെയ്ഡ് വന്നേക്കാണ്. ഇനി ഇവരൊക്കെ കൊന്നിട്ട് വേണം അടുത്ത റെയ്ഡ് സ്പോൺ ആവാനായിട്ട്. ഇപ്പോൾ റെയ്ഡ് ഏതായാലും കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ ഫാമിൻ്റെ മേളിൽ കയറിയിട്ട് ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടോ എന്ന് കയറി നോക്കുവാണ്. ഞാനൊരു ഭാഗത്ത് ബട്ടൺ വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായി. അതെന്തായാലും ഞാൻ വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇവിടെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊരു പണി കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എല്ലാം ശരിയാണെന്ന് തോന്നുന്നു. ഇനി ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കണമെങ്കിൽ എൻ്റെ ഓമിനസ് ബോട്ടിൽ വേണ്ടി വരും. പക്ഷേ എൻ്റെ ഇനി ഓമിനസ് ബോട്ടിലില്ല. അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഓമിനസ് ബോട്ടിൽ ഫാം ഉണ്ടാക്കേണ്ടി വരും. ഏതായാലും ഇത്രയധികം ടോട്ടം നമുക്ക് ഒരു തവണ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ ഫാമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. റെയ്ഡ് ഫാം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്ത് ഉണ്ടാക്കേണ്ടത് ഒമിനസ് ബോട്ടിൽ ഫാമാണ്. ഒമിനസ് ബോട്ടിൽ ഫാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഔട്ട് പോസ്റ്റാണ്. പില്ലേജർ ഔട്ട് പോസ്റ്റ് കണ്ടുപിടിക്കണം. അവിടെയായിരിക്കും നമ്മുടെ ഈ ഒരു ഒമിനസ് ബോട്ടിലെ ഫാം വരാനായിട്ട്. ഞാൻ ഏതായാലും നമ്മുടെ ഈ ഒരു റെയ്ഡ് ഫാമിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. കാര്യം ആ ഭാഗത്ത് മൊത്തം മൗണ്ടെയിനാണ്. മൗണ്ടെയിനുള്ള ഭാഗത്തായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഔട്ട് പോസ്റ്റ് കാണാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ട്രാവൽ ചെയ്ത് പോകാമെന്ന് കരുതി. ഈ ഔട്ട് പോസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒമിനസ് ബോട്ടിൽ ഫാമൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. അത് വർക്കാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും വർക്കാവും. കാര്യം അത് അത്ര വലിയ പാടുള്ള ഫാമല്ല. അവിടെ കുറച്ച് ഫ്ലാറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തുള്ള വില്ലേജേഴ്സിനെ ഒരു സ്ഥലത്തേക്ക് അട്രാക്ട് ചെയ്താൽ മതി. ഇനി മൗണ്ടനിൽ കയറിയിട്ട് ഔട്ട് പോസ്റ്റ് ഇട്ട് നോക്കണം. ഞാൻ അങ്ങനെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ട് ഞാൻ കുറേ മൗണ്ടൻസ് കയറി ഇപ്പോൾ ഒരു മൗണ്ടൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഈ മൗണ്ടൻ്റെ ഭാഗത്തൊന്നും ഔട്ട് പോസ്റ്റ് കണ്ടില്ല. പക്ഷേ അപ്പോൾ ഒരു വലിയൊരു മൗണ്ടൻ കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ആ മൗണ്ടൻ്റെ മേളിൽ ചിലപ്പോൾ ഒരു ഔട്ട് പോസ്റ്റ് കാണാൻ ചാൻസ് ഉണ്ട്. ഇതൊരു വലിയൊരു മൗണ്ടനാണ്. ഫസ്റ്റ് ടൈമാണ് ഇത്ര വലിയ മൗണ്ടൻ കാണുന്നത് തന്നെ നമ്മുടെ ഈ ഒരു വേൾഡിൽ. അപ്പോൾ ഞാൻ ഇനി ഈ ഒരു മൗണ്ടൻ്റെ മേളിൽ കയറിയിട്ട് ഇവിടെ ഒരു ഔട്ട് പോസ്റ്റ് കാണുമെന്ന് നോക്കണം. ഔട്ട് പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് നെതർ പോർട്ടൽ വഴി നമ്മൾ ബേസായിട്ട് കണക്ട് ചെയ്യണം. അത്യാവശ്യം വലിയൊരു മൗണ്ടൻ തന്നെയാണ്. ഇവിടെയൊക്കെ ബേസ് വയ്ക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അപ്പോൾ ഇനി നമുക്ക് ആ മൗണ്ടന് മേളിൽ കയറിയിട്ട് ഇനി ഔട്ട് പോസ്റ്റ് ഇട്ട് നോക്കണം. ഗായ്സ്, അങ്ങനെ ഞാൻ മേളിൽ എത്തിയിട്ടുണ്ട്. മൗണ്ടൻ്റെ മേളിൽ നിന്ന് താഴേക്കുള്ള എല്ലാ വ്യൂവും കാണാൻ പറ്റുന്നത് അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ പൊക്കോണ്ടിരുന്ന മൗണ്ടിൽ തന്നെ നമുക്കൊരു പില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ടായി. അവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ അവിടെ നിന്ന് കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായി. ഒരു ഗോഡ് ഹോൺ കിട്ടിയിട്ടുണ്ടായി. പിന്നെ ഇവിടെ കുറേ മോബ്സിനൊക്കെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അവരൊക്കെ ഞാൻ ബേസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ 2 അയൺ ഗോളത്തെ സ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇവിടെ ഒരുപാട് പില്ലേജേഴ്സ് സ്പോൺ ആവുന്നുണ്ട്. ഞാൻ 2 അയൺ ഗോളത്തിനെ സ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരോട് അടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഏതായാലും ഇത്രയും ഫാം ഉണ്ടാക്കി എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഞാൻ ഫാം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് റിസോഴ്സിനായിട്ട് നമുക്ക് ബേസ് വരെ പോകേണ്ട കാര്യമുണ്ട്. ഞാൻ നെതർ വഴിയാണ് പോകുന്നത്. കാര്യം ഞാൻ നെതർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നെതർ പോർട്ടലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ബേസിൻ്റെ ഔട്ട് പോസ്റ്റായിട്ടും. പിന്നെ നമുക്ക് ഔട്ട് പോസ്റ്റിൽ നിന്ന് നമുക്ക് 2 ആലൈനെ കിട്ടിയിട്ടുണ്ട്. ഇവരെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മൈൻക്രാഫ്റ്റിൽ ഇവരെ ഞാൻ കാണുന്നത് തന്നെ. ഇവരെ വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ബ്രീഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവരെ ഉപയോഗം എന്താണെന്ന് പോലും അറിയത്തില്ല. ഏതായാലും റിസോഴ്സ് എടുത്തിട്ട് നമുക്ക് ഫാം ഉണ്ടാക്കി തുടങ്ങാം. ഗൈസ്, പില്ലേജർ ഔട്ട് പോസ്റ്റിലുള്ള ഒമിനസ് ബോട്ടിൽ ഫാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഹെൽമെറ്റൊക്കെ അവന്മാരെ തകർത്തിട്ടുണ്ട് ഗൈസ്. പില്ലേജേഴ്സ് ഒന്നും ഒരു കണക്കില്ലാതെ സ്പോൺ ആയിക്കൊണ്ടിരുന്നത്. ഒരു നിമിഷം പോലും നിൽക്കാതെ അവന്മാർ സ്പോൺ ആയിക്കൊണ്ടിരുന്ന് ഇരിക്കുമായിരുന്നു.
അവിടെ ഉണ്ടാക്കി തീർക്കുക എത്ര സമയം എടുക്കുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു. നമ്മുടെ ആ ഡർട്ട് പോലും ഉണ്ടായില്ല. ഇത് ഉണ്ടാക്കി തീർക്കുക ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ട്യൂട്ടോറിയലൊക്കെ ഇപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷേ ഉണ്ടാക്കി തീർത്തപ്പോൾ വളരെ പാടായിരുന്നു. ഇവന്മാരാണെങ്കിൽ ഒരു നിമിഷം പോലും നിൽക്കാതെ സ്പൂൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ബോയിൻ്റെയൊക്കെ ഡ്യൂറബിലിറ്റി മൊത്തം തീരാറായിട്ടുണ്ട്. പിന്നെ സോഡിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് ഒരു കുഴപ്പമില്ല. ഏതായാലും ഇപ്പോൾ ആ ഒരു ഫാമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഈ ഒരു പില്ലേജസ് ഒന്ന് സ്പോൺ വന്നു നമുക്ക് താഴേക്ക് ചാടിയിട്ട് ഇപ്പോൾ ഇച്ചിരി നേരം ഞാൻ AFK നിന്നിട്ടുണ്ടായി. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. കുറച്ചൊക്കെ പില്ലേജസ് ഒന്ന് ചാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായി. ഇപ്പോഴും ആൾക്കാർ ഒന്ന് ചാടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ചെസ്റ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടിയോ നോക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കുറച്ച് ബോർഡിലൊക്കെ കിട്ടിയിട്ടുണ്ട്, മൊമെൻറ്റ്സ് ബോർഡിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റെയ്ഡ് ഫാമിൽ പോയിട്ട് നമുക്ക് റെയ്ഡ് ഫാമിന് ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമാണോ നോക്കണം. അത് ആദ്യം കുറച്ച് ഗ്ലിച്ചൊക്കെ ഉണ്ടായി, ഞാൻ ചെയ്തിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇനി നമുക്ക് ബേസിൽ പോയിട്ട് അത് ശരിയാവും നോക്കണം. ഞാൻ ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. ബേസിലെത്തിയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ബോയ് ഒന്ന് ഡ്യൂറബിലിറ്റി ഒന്ന് ശരിയാക്കി എടുക്കണം. ഞാൻ ആനുവൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായി, ബോയ് ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആലൈൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് അയൺ ഉണ്ട്. ഈ അയൺ ഇട്ടിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് തിരിച്ച് തരും. അതാണ് അവരുടെ ജോലി എന്ന് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവർ കിടന്ന് ചിരിക്കുന്നുണ്ട് ഗൈസ്. ഞാനിപ്പോൾ റെയ്ഡ് ഫാമിലേക്ക് എത്തിയിട്ടുണ്ടായി. ആദ്യം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ടായെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു ഒമിനസ് ബോട്ടിലെടുത്ത് കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇവിടെ വന്നിരുമ്പോഴത്തേക്കും റെയ്ഡ് സ്റ്റാർട്ടാവും. ഗൈസ് നമ്മുടെ ആർമറൊക്കെ ഏകദേശം പൊട്ടാറായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അടുത്ത എപ്പിസോഡാകുമ്പോഴത്തേക്കും ശരിയാക്കി എടുക്കണം. നമുക്ക് OP എൻചാൻറ്റിങ്ങും മെൻഡിങ്ങും അങ്ങനത്തെ കുറേ അത്യാവശ്യം നല്ലൊരു എൻചാൻറ്റിങ് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ബോസ് ഫൈറ്റിനൊക്കെ പോകാനുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ റെയ്ഡൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഇപ്പോൾ കുറച്ചേരം ഇവിടെ നിന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എത്ര ടോട്ടം കിട്ടുമെന്ന് നോക്കാം. ഏതെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത് പറയാം. ഗൈസ് അങ്ങനെ റെയ്ഡ് വീണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെസ്റ്റിനകത്ത് ഇത്രയധികം ടോട്ടം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരൊറ്റ ഇതിൽ നമുക്ക് ഇത്രയും ടോട്ടം കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. ഒരുപാട് കിട്ടിയിട്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ബേസിലേക്ക് പോകണം. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് റെയ്ഡ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒമിനസ് ബോട്ടിൽ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു ഫാമിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലൂട്ടും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് എൻഡർ ഡ്രാഗൺ അങ്ങനത്തെ ഒരുപാട് ബോസ് ഫൈറ്റിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഈ ആർമറൊക്കെ ഒന്ന് ഫുൾ എൻജോയ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 100 ഡേയ്സുള്ള ഒരു ഫുൾ ഫിലിം ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഏതായാലും ഇത് എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഇത് എനിക്ക് തോന്നുന്നുണ്ട്. അത് നിങ്ങളും കൂടെ അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് കുറച്ചും കൂടെ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫുൾ മൂവിയായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും